ക്യൂർ ഇന്നോവേറ്ററുടെ നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പോഡ്കാസ്റ്റിലൂടെ ഇറ്റ് ഈസ് എ സ്മോൾ സ്നീക്ക് പീക്ക് ഇൻ ടു അവർ ഡിന്നർ ടേബിൾ കോൺവെർസേഷൻസ്. ഞങ്ങളുടെ ഫാമിലിയിൽ നടക്കുന്ന ചെറിയ കോൺവെർസേഷൻസ്. ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഡോക്ടർ ഹഫീസ് റഹ്മാൻ, മൈ ഫാദർ, ഡോക്ടർ ആയിഷ, മൈ സിസ്റ്റർ, and myself, Dr. Sonia. I'll start off by introducing myself. I am Dr. Sonia, consultant gynec, laparoscopic surgeon at Sunrise Group of Hospitals. In the Cure Innovatoril, ഞങ്ങൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം കൊണ്ടുവരികയാണ്. ഗർഭാശയ നീക്കം ചെയ്യൽ, അതർവൈസ് ഹിസ്റ്റെക്ടമി. ഇതിലെന്താണ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ളത്? ഈ ഗർഭാശയ നീക്കം ചെയ്യൽ ഓർ ഹിസ്റ്റെക്ടമി റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങളോ ക്വസ്റ്റ്യനുകളോ വളരെ അധികം ഉള്ളൊരു കണ്ടീഷനാണ്. ഗൈനക്കോളജി എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഏറ്റവും കൂടുതലായിട്ട് കേൾക്കുന്ന ഒരു പ്രൊസീജിയറാണ് ഹിസ്റ്റെക്ടമി. ഹിസ്റ്റെക്ടമി നിങ്ങളാരെങ്കിലും ചെയ്തിരിക്കാം, നിങ്ങളാരെങ്കിലും ചെയ്യേണ്ട വരാം, ഇല്ലെങ്കിൽ ചെയ്യണം എന്ന് വെച്ചിട്ട് മാറ്റി വെക്കുന്നവരുണ്ടാകാം, ഇല്ലെങ്കിൽ ഇതേപ്പറ്റി നിങ്ങളുടെ അടുത്ത് ഡൗട്ട്സ് ചോദിക്കുന്ന ആൾക്കാരുണ്ടാകാം. ഈ ഗർഭാശയ നീക്കം ചെയ്യൽ പോലെ ഒരു കോമൺ കണ്ടീഷനെ ചുറ്റിപ്പറ്റിയുള്ള ഇൻഫർമേഷൻസ് മാത്രമല്ല, അതേ ചുറ്റിയുള്ള മിസ്കൺസെപ്ഷൻ കൂടെ ഇല്ലാണ്ടാക്കുക ആണ് ഇന്നത്തെ ഞങ്ങളുടെ എപ്പിസോഡിലൂടെ ഞങ്ങൾ എയിം ചെയ്യുന്നത്. 35 ഇയേഴ്സിന് മുകളിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഇൻഡിവിജ്വലായിട്ടും ഹിസ്റ്റെക്ടമി ഇൻക്ലൂഡിങ് ഹിസ്റ്റെക്ടമി ഗൈനക്കോളജിക്കൽ പ്രൊസീജിയേഴ്സ് 1.5 ലക്ഷത്തിലേറെ ചെയ്തൊരു വ്യക്തിയും അതിൽ 50,000-ലേറെ ഹിസ്റ്റെക്ടമീസ് ചെയ്തൊരു വ്യക്തിയായിട്ടുള്ള ഡോക്ടർ ഹഫീസിൻ്റെ അടുത്ത് നമുക്കിന്ന് യൂട്രസ് റിമൂവൽ ഓർ ഹിസ്റ്റെക്ടമിയെ സംബന്ധമായിട്ടുള്ള ഡൗട്ടുകളും ഇൻഫർമേഷനും ചോദിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇന്നത്തെ പോഡ്കാസ്റ്റിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ടു ബി വെരി ഓണസ്റ്റ്, ഞാൻ ഈ പ്രൊസീജിയർ, ഈ യൂട്രസ് റിമൂവൽ കാണാൻ തുടങ്ങിയത് ഫ്രം എ യങ് ഏജ് ഓഫ് 10 years. ഇറ്റ് വാസ് മിയർലി അക്കംപനിയിങ് എൻ്റെ പപ്പ ടു ദ OT. All my life, till I started post-graduation, I thought ഈ ഹിസ്റ്റെക്ടമി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ പ്രൊസീജിയർ. പേഷ്യൻ്റ് വന്ന് അഡ്മിറ്റ് ആകുന്നു, അടുത്ത ദിവസം വളരെ റിലാക്സ്ഡ് ആയി പോകുന്നു. ഞാനൊരു ഗൈനക്കോളജിസ്റ്റ് ആയപ്പോഴാണ് ഇത് ഇത്രയും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പേഷ്യൻറ്റിന് ഇത്രയും ബുദ്ധിമുട്ട് വരാൻ പറ്റുന്നതും നമുക്ക് പേഷ്യൻറ്റിന് ഇത്രയും ബുദ്ധിമുട്ട് കോസ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണെന്ന് ഓർ ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണെന്ന് മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് ഡോക്ടർ ഹഫീസ് ചെയ്യുന്ന രീതിയും പപ്പ ചെയ്യുന്ന രീതിയും സൺറൈസിൽ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിലും വൈ ഈസ് ദ പേഷ്യൻറ്റ് സോ കംഫർട്ടബിൾ? എന്തുകൊണ്ടാണ് പേഷ്യൻറ്റിന് അടുത്ത ദിവസം വീട്ടിൽ പോകാൻ പറ്റുന്നത്? എന്തുകൊണ്ടാണ് ഇത് ഇത്രയും ഒരു സിമ്പിൾ പ്രൊസീജിയറായിട്ട് ആ 10 വയസ്സുള്ള ഞാൻ പെർസീവ് ചെയ്തത്? അതിൻ്റെ ആൻസേഴ്സാണ് ഇന്ന് ഞങ്ങൾ പപ്പാൻ്റെ അടുത്തുനിന്നും ഡോക്ടർ ഹഫീസിൻ്റെ അടുത്തുനിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ടു സ്റ്റാർട്ട് വിത്ത്, ഈ ഹിസ്റ്റെക്ടമി എന്ന് പറയുന്നത് കീ ഹോൾ വഴി ചെയ്യുന്നത് കൊണ്ട് എന്താണ് ബെനിഫിറ്റ്? എന്തുകൊണ്ടത് ഓപ്പൺ കൂടി ചെയ്തുകൂടാ? പേഷ്യൻസ് വളരെ സിമ്പിളായിട്ട് ആദ്യം ചോദിക്കുന്നത്, എല്ലാം റിമൂവ് ചെയ്യാൻ പറ്റില്ലേ? എല്ലായിടത്തും നോക്കാൻ പറ്റില്ലേ? ഇതിൽ കൂടെ റിമൂവ് ചെയ്യാൻ പറ്റുമോ? സോ ടു സ്റ്റാർട്ട് വിത്ത്, എന്തിന് ഈ ഗർഭാശയ നീക്കം കീ ഹോൾ വഴി ചെയ്യണം? എന്തുകൊണ്ട് ഓപ്പൺ ചെയ്തുകൂടാ? നമ്മൾ ഈ സാധാരണഗതിയിൽ എല്ലാ സർജറിയും വയറ്റിനകത്തുള്ള ഒട്ടുമിക്ക സർജറികൾ നമ്മൾ കീഹോൾ തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ മനുഷ്യനായിട്ട് ജൈവമായിട്ട് ഉണ്ടാക്കി തന്നൊരു വയറ് മനുഷ്യനായിട്ടത് മുറിച്ചിട്ട് തുന്നിക്കെട്ടിക്കഴിഞ്ഞാൽ പഴയ രീതിയിൽ ഒരിക്കലും ആവില്ല. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് കീഹോൾ സർജറി വഴി നമ്മൾ സർജറികൾ ചെയ്യുന്നത്. അത് കൂടാതെ തന്നെ പേഷ്യൻ്റ് നമ്മൾ ആ മുറിവും ആ പെയിനും കാര്യങ്ങളും ഒന്നും അല്ല, അത് കൂടാതെ തന്നെ കീഹോൾ സർജറി വഴി നമ്മൾ ഈ ഗർഭപാത്രം റിമൂവ് ചെയ്യുമ്പോൾ എല്ലാ അവയവങ്ങളും നമ്മൾ ഏകദേശം ഒരു 20 തവണ വലുതായിട്ടാണ് കാണുന്നത്. ഇത്രയും വലുതായിട്ട് കാണുമ്പോൾ ഒരു സർജനെ വലുതും ആ ക്ലാരിറ്റി, ഇന്നത്തെ കാലത്ത് ഈ നമ്മുടെ ക്യാമറാസ് എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് ഭയങ്കര ക്ലാരിറ്റിയാണല്ലോ വരുന്നത്. നീ കണ്ടിട്ടില്ലേ? ഭയങ്കര, അതുമാത്രമല്ല 3 dimensional ക്യാമറാസ് ഒക്കെ വരുമ്പം ഭയങ്കര ക്ലാരിറ്റിയിലാണ് ഈ സർജൻ കാണുന്നത്. നമ്മൾ നേരെ നോക്കിയാൽ പോലും അത്രയും ക്ലാരിറ്റിയിൽ കാണില്ല. അപ്പം അത്രയും ക്ലാരിറ്റിയിൽ കാണുമ്പോൾ ഈ സർജൻ്റെ കംഫർട്ട് ഭയങ്കര ബെറ്ററാണ്. അപ്പം ആ ഒരു കംഫർട്ട് വരുമ്പോൾ കീഹോൾ സർജറിയിൽ ഈ സർജറി ചെയ്യുന്നത് നമ്മൾ ഓപ്പൺ സർജറി ചെയ്യുന്നേക്കാളും ഫാർ ബെറ്ററാണ്. ഓപ്പൺ സർജറി ചെയ്യുമ്പോൾ വയറ് തുറന്ന് ഇത് റിട്രാക്ടേഴ്സൊക്കെ വെച്ച് ഇങ്ങനെ സൈഡിലേക്ക് മാറ്റി വെച്ച് നരസിംഹത്തിനെ പോലെ സൈഡിലേക്ക് മാറ്റി വെച്ച് ആ രീതിയിലുള്ളൊരു സർജറി ചെയ്യുന്നതും ഈ കീഹോൾ സർജറി ചെയ്യുമ്പോൾ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് പേഷ്യൻറ്റിലേക്ക് നമ്മൾ പാസ് ഓൺ ചെയ്യുന്നുള്ളതാണ്. പേഷ്യൻറ്റിനെ സംബന്ധിച്ചോളം
സംഭവിച്ചാൽ ഇപ്പം നമ്മൾ പറയുന്നത് രാവിലെ വന്ന് കീഹോൾ സർജറി ചെയ്ത് വൈകുന്നേരം അല്ലെങ്കിൽ അടുത്ത ദിവസം രാവിലെ വീട്ടിൽ പോയി. അത് കൂടാതെ തന്നെ ഈ അടുത്ത ദിവസം രാവിലെ വീട്ടിൽ പോകുന്നത് മാത്രമല്ല, നമ്മൾ സാധാരണ അഡ്വൈസ് ചെയ്യുന്നത് വെച്ചാൽ യാതൊരു വിധത്തിലുള്ള റെസ്റ്റും ഒരു ദിവസം കഴിഞ്ഞാൽ ഇത് വേണ്ട ആവശ്യമില്ല ശരിക്കും ഹിസ്റ്റക്ടമി ചെയ്യണമെങ്കിൽ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഹിസ്റ്റക്ടമി ചെയ്യുമ്പോൾ നമ്മൾ ഈ പെൽവിസിനകത്താണ്, ഇവിടെയാണ് ആ യൂട്രസ് അവിടെ ഇരിക്കുന്നത്. ആ ഭാഗം നമ്മൾ എത്ര അനങ്ങിയാലും അത് അനങ്ങാൻ പറ്റില്ല. നമ്മൾ ഹിസ്റ്റക്ടമി ചെയ്യുമ്പോൾ ആകെ നമ്മൾ ആ വജൈനയുടെ ഏറ്റവും മുകളിൽ മാത്രമേ ഒരു സ്റ്റിച്ച് ഇടുന്നുള്ളൂ. ആ ഭാഗം അനങ്ങണം എന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു സെക്ഷൽ കോൺടാക്ട് വഴി അനങ്ങാവുള്ളൂ, അല്ലെങ്കിൽ സ്വിമ്മിങ് വഴി വെള്ളം അകത്തേക്ക് പോകണം. ഇങ്ങനത്തെ കാര്യങ്ങൾ വഴി ആ ഭാഗം അനങ്ങുള്ളൂ. അപ്പം പേഷ്യൻ്റ് എത്ര നടന്നാലും എത്ര വെയിറ്റ് എടുത്താലും എന്ത് ചെയ്താലും ഹിസ്റ്റക്ടമി കഴിഞ്ഞാൽ നമ്മൾ സുച്ചർ ചെയ്ത ആ ഭാഗം അനങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ പഴയൊരു മിസ്കൺസെപ്റ്റൊക്കെ പോയി. കാരണം വെച്ചാൽ ഹിസ്റ്റക്ടമി കഴിഞ്ഞാൽ പണ്ടൊക്കെ ആൾക്കാർ പറയുന്നത് 3 മാസം റെസ്റ്റ് എടുക്കണം. ഈ 3 മാസം റെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ഇവർ ഭക്ഷണമൊക്കെ നല്ലോണം കഴിക്കും. സർജറി കഴിഞ്ഞാലേ ഈ 3 മാസം കൊണ്ടങ്ങ് തടി വെച്ച് ഒരു പരുവവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഹിസ്റ്റക്ടമി കഴിഞ്ഞാൽ യാതൊരു രീതിയിലുള്ള റെസ്റ്റും ആവശ്യമില്ല. നോർമലായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാവുന്നതാണ്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞ് പേഷ്യൻറ്റ് വിട്ടാലും ഒരു 30% പേഷ്യൻസ് പിന്നെയും റെസ്റ്റ് എടുക്കും. കാരണം വെച്ചാൽ വീട്ടിൽ അമ്മമാരുണ്ടാവും, അവർ ആ പഴയ രീതിയിലുള്ള ഓപ്പറേഷനായിരിക്കും അവർക്ക് പരിചയം. എന്നാലും അവർ ഒരുപാട് റെസ്റ്റ് എടുക്കുന്ന ഒരു സിറ്റുവേഷനാണ്. പിന്നെ നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾക്ക് ഇത് ചെയ്യുമ്പോൾ വളരെ കുറച്ച് സമയം മതി. ഇപ്പം നിൻ്റെ എക്സ്പീരിയൻസ് ബാക്കി സ്ഥലങ്ങളിലുണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു? ഞാൻ എൻ്റെ ഗൈനക്കോളജി പഠനം ചെയ്തത് ഒരു ഗവൺമെൻറ് ആശുപത്രിയിലാണ്. അവിടെ കൂടുതലും ഞങ്ങൾ ഓപ്പൺ സർജറി ആയിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പേഷ്യൻറ്റിനെ ഒരു ഹിസ്റ്റക്ടമിക്ക് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് മാത്രമല്ല, ഒരു ഹിസ്റ്റക്ടമിക്ക് വരിക എന്ന് പറയുന്ന ആ പേഷ്യൻ്റ് വരിക എന്ന് പറയുന്ന ഒരു മേജർ ലൈഫ് ചേഞ്ചിങ് ഒരു സിറ്റുവേഷനാണ് ആ പേഷ്യൻറ്റിന്. അത് ഒരു മേജർ പ്ലാനിങ് ഇൻവോൾവ് ഉണ്ട് അതിൽ. ആ പേഷ്യൻറ്റ് വന്ന് അഡ്മിറ്റ് ആകുക, അതിനൊരാഴ്ച സ്റ്റേ അവിടെ, അത് കഴിഞ്ഞാൽ പേഷ്യൻ്റ് പതിയെ റിട്ടേൺ നോർമൽ ജീവിതത്തിലേക്ക് തിരിച്ചു പോവുക. ഇതൊരു വളരെ ലോങ് പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ഓരോ യൂട്രസ് റിമൂവലിന് മുന്നേയും ഞങ്ങൾ അത്രയും ആ പേഷ്യൻറ്റിന് അത് മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ മാറ്റിവെക്കും. പക്ഷെ ഞാൻ സൺറൈസിൽ ജോയിൻ ചെയ്തതിൽ നിന്ന് ഇതല്ല കണ്ടീഷൻ. ഇറ്റ് ഹാസ് ബിക്കം സച്ച് എ കംഫർട്ടബിൾ പ്രൊസീജിയർ. എനിക്ക് യൂസ് ചെയ്യേണ്ട വേർഡ് കംഫർട്ടബിൾ ആണ്. എന്ന് വെച്ചാൽ ഈ ഗർഭാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ പല രീതിയിലും നമുക്ക് ട്രീറ്റ് ചെയ്യാം. എന്തുകൊണ്ട് സർജറി അതിൽ ബെറ്റർ ഓപ്ഷൻ ആയിട്ട് വന്നിരിക്കുന്നു എന്നുള്ള എക്സാമ്പിൾ ഓർ റീസൺ എനിക്ക് സൺറൈസിൽ വന്നപ്പോഴാണ് മനസ്സിലായത്. ബിക്കോസ് ഈ ഒരു സർജറിക്ക് പേഷ്യൻ്റ് വന്ന് അഡ്മിറ്റ് ആകുമ്പോൾ 1 മണിക്കൂർ, കൂടിപ്പോയാൽ അരമണിക്കൂറിൽ 1 മണിക്കൂർ സർജറി, 4 മണിക്കൂർ കഴിഞ്ഞാൽ ആ പേഷ്യൻ്റ് എണീച്ച് നടക്കും, രാത്രി ഡിന്നർ കഴിക്കും, അടുത്ത ദിവസം വീട്ടിൽ പോകും. ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉള്ളപ്പോൾ ആ പേഷ്യൻ്റ് എന്തിന് 6 മാസം 1 വർഷം ഹോർമോണുകൾ കഴിച്ച് അതിൻ്റെ സൈഡ് എഫക്റ്റ് സഹിച്ച് പെയിൻ കുറയാണ്ടിരിക്കണം? സോ ഈ എല്ലാ പേഷ്യന്റിനെയും ഹിസ്റ്റക്ടമി ചെയ്യാന്നുള്ളതില്ല. കഴിയുന്നതും ഹിസ്റ്റക്ടമി പോസ്റ്റ്പോൺ ചെയ്യുന്നതാണ് നല്ലത്. നമ്മളുടെ സിറ്റുവേഷനിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ഇത് കുറേ 10-30 കൊല്ലങ്ങളായി ഇത് തന്നെ ചെയ്യുന്നത്. അത് മാത്രമല്ല സൺറൈസിൽ നമുക്കിത് സ്റ്റാൻഡർഡൈസ്ഡ് ആയി. ആ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ മൂവ്മെന്റ്സും, ഇപ്പൊ നീ ആണെങ്കിൽ തന്നെ ചെയ്യുന്ന ഓരോ മൂവ്മെന്റ്സും അത് വളരെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് നമ്മൾ കുറേ കേസുകൾ ചെയ്ത് കുറേ കൊല്ലങ്ങൾ ഈ കാര്യം തന്നെ ചെയ്ത് വളരെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആണ്. നമ്മൾ ഏത് സൈഡിൽ നിന്ന് കത്രിക ഇടുന്നു, ഏത് സൈഡിൽ നിന്ന് ഗ്രാസ്പർ ഇടുന്നു, ഏത് സൈഡിൽ നിന്ന് ഇൻസ്ട്രുമെൻറ്റ്സ് ഇടുന്നു, എങ്ങനെ പിടിക്കുന്നു, ഇതെല്ലാം ഒരേ രീതിയിലാണ്. ഓരോ സർജറിക്കും ഒരേ സ്റ്റെപ്പാണ്. അപ്പോൾ ഈ സ്റ്റെപ്പിൽ തന്നെ ഇത്രയും കാലമായിട്ട് നമ്മൾ 8-10 ഹിസ്റ്റക്ടമി ഒരു ദിവസം ചെയ്യുമ്പോൾ അത് അത്രയും കാലമായിട്ട് ചെയ്തു വരുമ്പോൾ അതിൻ്റെ സമയം വളരെ കുറേ ചെയ്തു തീർക്കുന്നുണ്ട്. അല്ല നമ്മൾ ധൃതി പിടിച്ച് ചെയ്യുന്നൊന്നുമല്ല. ആ സ്റ്റാൻഡർഡൈസേഷൻ കാരണം വളരെയധികം സമയം കുറയും. അതുകൂടാതെ തന്നെ വേറൊരു കാര്യമുണ്ട്. ഈ സമയം കുറയുന്നത് കൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഈ ലിഗാഷുവർ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെൻറ്റ്സും ഹാർമോണിക് അങ്ങനത്തെ ഇൻസ്ട്രുമെൻറ്റ്സ് കുറേ കൂടിയും ഹയർ എൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഹയർ എൻഡ് ടെക്നോളജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സാധാരണ ചെയ്യുമ്പോൾ നമ്മൾ ഈ ബൈപ്പോളാർ കോട്ടറി വെച്ച് കരിച്ച് ചെയ്യുമ്പോൾ ഈ പേഷ്യൻറ്റിന് ഇത് കഴിഞ്ഞിട്ടുള്ള മോർബിഡിറ്റി ഭയങ്കര കൂടുതലാണ്. കാരണം വെച്ചാൽ ഒരുപാട് ടിഷ്യൂ കരിഞ്ഞു പോകുന്നുണ്ട്. അകത്ത് നമ്മൾ ഒത്തിരി ബ്ലീഡിങ് കുറയ്ക്കാൻ വേണ്ടി ഒരുപാട് കരിക്കുന്നുണ്ട്. ഈ ലിഗാഷുവറും അങ്ങനത്തെ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അധികം കരിക്കുന്നില്ല. അപ്പോൾ പേഷ്യൻറ്റിന് ഈ സർജറി കഴിഞ്ഞിട്ടുള്ള ആ ഒരു കംഫർട്ട് ഭയങ്കര വ്യത്യാസമുണ്ട്.
നമ്മൾ സാധാരണ ചെയ്യുന്നതിലും ഭയങ്കര വ്യത്യാസമുണ്ട്. പിന്നെ തുന്നലുകളൊന്നും ഇടുന്നില്ല, അപ്പോൾ പേഷ്യൻറ്റിന് പെയിൻ വളരെ കുറയും. ഈവൻ നമ്മളിപ്പോൾ താഴെക്കൂടെ വജൈനൽ ഹിസ്റ്റക്ടമി എന്ന് പറയും, താഴെക്കൂടെ ചെയ്താൽ വരെയും പേഷ്യൻറ്റിന് ഈ ലാപ്രോസ്കോപ്പി വഴി ചെയ്യുന്നതിനേക്കാളും പെയിൻ കുറവാണ്. അതുകൂടാതെ നമ്മൾ ഈ സർജറി ചെയ്യാനായിട്ട് അരമണിക്കൂർ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ അരമണിക്കൂർ മാത്രമേ ഉള്ളൂ അനസ്തീഷ്യയിലുള്ള എക്സ്പോഷർ വരുന്നത്. ഈ അരമണിക്കൂർ മാത്രം അനസ്തീഷ്യ എക്സ്പോഷർ വരുമ്പോൾ പേഷ്യൻറ്റിന് ആ ഒരു റിക്കവറി ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. ഇവിടെ അനസ്തീഷ്യയിൽ നിന്ന് വരുന്ന റിക്കവറി തന്നെ വളരെ ഫാസ്റ്റ് ആയിരിക്കും. വലിയ വോമിറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല. നീ കാണുന്നതാണല്ലോ, ഒരു 1 hour 2 hours കഴിഞ്ഞാൽ പേഷ്യൻ്റ് എഴുന്നേറ്റിരുന്ന് വളരെ ഈസി ആയിട്ടിരിക്കും. അതുപോലെ ബവൽ ഡിസ്ഫങ്ഷൻ ഇല്ല. നമ്മൾ വളരെ ഏർലി ആയിട്ട് എഴുന്നേറ്റ് നടത്തിക്കാം, ഭക്ഷണം കഴിക്കാം, ചായ കുടിക്കാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് ഭയങ്കരമായിട്ടുണ്ട് ഈ പേഷ്യൻസ്. കത്തീറ്റർ ഇടുകയോ അങ്ങനത്തെ ലോങ് ടേം ഇല്ല. നമ്മളിപ്പോൾ സാധാരണ ഒരു ഹിസ്റ്റക്ടമിക്ക് ചെയ്യുന്ന പോലെ യൂറിനറി കത്തീറ്റർ ഇടുക അങ്ങനത്തെ യാതൊരു പരിപാടിയില്ലല്ലോ. അപ്പോൾ പേഷ്യൻറ്റ് ഭയങ്കര കംഫർട്ടബിളാണ്. കാരണം സാധാരണ ഹിസ്റ്റക്ടമി കഴിഞ്ഞാൽ ഈ പേഷ്യൻറ്റ് ബാത്റൂമിലേക്ക് പോകാനൊക്കെ ഒരു ദിവസം എടുക്കും. അപ്പോൾ ബാത്റൂമിലേക്ക് പോകാൻ ഒരു ദിവസം എടുക്കുന്നതുകൊണ്ടാണ് ഈ കത്തീറ്റർ ഇടുന്നത്. നമ്മുടെ പേഷ്യൻസ് ബാത്റൂമിൽ ഈസി ആയിട്ട് 2-3 മണിക്കൂർ കഴിഞ്ഞാൽ ഈസി ആയിട്ട് സ്വന്തമായിട്ട് നടന്ന് ബാത്റൂമിൽ പോയി യൂറിൻ പാസ് ചെയ്തിട്ട് വരും. അപ്പോൾ ഈ കത്തീറ്ററോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ആവശ്യമില്ല. അത് മാത്രമല്ല, രാവിലെ ഹിസ്റ്റക്ടമി ചെയ്ത പേഷ്യൻ്റ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നോർമൽ ആയിട്ടുള്ള ഡയറ്റ്, നോർമൽ ഡിന്നർ കഴിച്ച് കിടന്നുറങ്ങാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഡേ അവർ വളരെ കംഫർട്ടബിൾ ആയിട്ട് പോകും. പക്ഷേ ചില പേഷ്യൻസ് നമ്മൾ കാണിച്ചാൽ അവരുടെ മനസ്സിലുണ്ടാവും ഇത് ഹിസ്റ്റക്ടമി കഴിഞ്ഞാൽ അനങ്ങാൻ പാടില്ല, തിരിയാൻ പാടില്ല. അങ്ങനെയുള്ള വളരെ ചുരുക്കം പേഷ്യൻസ് മാത്രമാണ് പപ്പ കണ്ടേക്കുന്നത് റെസ്റ്റ് എടുക്കുന്നത്. നമ്മൾ എത്ര പറഞ്ഞാലും അങ്ങനെയുള്ള പേഷ്യൻസ് കുറേയൊക്കെ റെസ്റ്റ് എടുക്കും. അവർക്ക് പക്ഷെ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട് താനും. ഈ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് വെച്ചാൽ ഈ രക്തോട്ടം അങ്ങോട്ട്, ആ മുറിവിലേക്കുള്ള രക്തോട്ടം കുറയും, ആ രക്തം ഹീൽ ചെയ്യുന്നതിൻ്റെ ആ സ്പീഡ് കുറയുകയും ചെയ്യും. അപ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. അടുത്ത ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്നത്, ഇത് കീഹോൾ വഴി ചെയ്യാൻ പറ്റുമോ? ദർ ഇസ് എ കോൺസെപ്റ്റ് ദാറ്റ് ബുദ്ധിമുട്ടുള്ള സർജറികൾ, ഒട്ടിയിരിക്കുന്ന സർജറികൾ, അല്ലെങ്കിൽ ഒരുപാട് വലിയ യൂട്രസുകൾ ഇത് കീഹോൾ വഴി ഫുള്ളായിട്ട് പുറത്തു വരുമോ? അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട് 2 പ്രാവശ്യം തുറന്നിട്ട് ചെയ്യാൻ പറ്റാത്ത പേഷ്യൻറ്റിനെ കീഹോൾ വഴി ചെയ്യാൻ വേണ്ടി സൺറൈസിൽ കൊണ്ടുവന്ന് അത് തുറന്ന് ചെയ്യുന്നതിലും എളുപ്പമായിട്ട് കീഹോൾ വഴി ചെയ്യാൻ പറ്റുന്നത്. അത് ആക്ച്വലി സത്യമാണോ? എന്തുകൊണ്ട് കീഹോൾ വഴി? വളരെ കറക്റ്റാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ കീഹോൾ വഴി കാണുമ്പോൾ നമ്മൾ ഈ കീഹോൾ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കീഹോളിൽ കൂടെ നോക്കുന്ന പോലെയല്ല കാണുന്നത്. അത് ടെലസ്കോപ്പ് അകത്തേക്ക്, അതായത് നമ്മൾ കീഹോളിൽ കൂടെ തലയിട്ട് ചുറ്റും നോക്കിയത് പോലെയാണ്. അപ്പോൾ ഈ ടെലസ്കോപ്പ് അകത്തേക്ക് കടത്തി കഴിയുമ്പോൾ ആ വിഷൻ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അതിനകത്ത് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിഫറൻസ് ആണ്. കാരണം വെച്ചാൽ ആ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പാനറോമിക് വിഷൻ കിട്ടുന്നു. അത് വേറെ കുടലുകളൊന്നും അങ്ങോട്ട് ആ ഭാഗത്തേക്ക് വരാതെ കംപ്ലീറ്റ് യൂട്രസ് മാത്രമായിട്ട് നമ്മൾ കാണുന്നു. വളരെ മാഗ്നിഫൈഡ് ആയിട്ട് നമ്മൾ ഈ അവയവങ്ങൾ കാണുന്നു. അതുകൂടാതെ ആ കാണുന്ന ക്ലാരിറ്റി നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതിലും ബെറ്റർ ആയിട്ട്, ഇപ്പോഴത്തെ ക്യാമറാസ് ഒക്കെ പറഞ്ഞാൽ ഡിജിറ്റൽ ക്യാമറാസ് അല്ലെങ്കിൽ 3 dimensional ക്യാമറാസ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി നമ്മൾ സ്വന്തം കണ്ണുകൊണ്ട് കാണുന്നതിലും ബെറ്റർ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സർജന് ആ ക്ലാരിറ്റി കാണുമ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓപ്പൺ സർജറി ചെയ്യുന്നതിലും ബെറ്റർ ആയിട്ട് നമുക്ക് കീഹോൾ സർജറി ചെയ്യാം. പിന്നെ എത്ര വലിപ്പമുള്ള യൂട്രസ് കീഹോൾ സർജറി കൂടെ എടുക്കാൻ പറ്റും. എത്ര വലിപ്പമുള്ളത് വേണമെങ്കിലും എടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഏറ്റവും വലിയ യൂട്രസ് എടുത്തേക്കുന്നത് 9 കിലോയിൽ കൂടുതലാണ്. അതായത് 40 സെൻറ്റിമീറ്ററിൽ കൂടുതൽ വലിപ്പമുള്ള ഫൈബ്രോയിഡുകളുള്ള യൂട്രസ് ആണ് പ്യുവറായിട്ട് കീഹോൾ സർജറി മാത്രമായിട്ട് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ തന്നെ കംപ്ലീറ്റ് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അസുഖം വന്നിട്ട്, എൻഡോമെട്രിയോസ് എന്ന് പറഞ്ഞ അസുഖം വന്നിട്ട് ഫുള്ളായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കുടൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും, മറ്റേ മൂത്രസഞ്ചി ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ നമുക്ക് കീഹോൾ വഴി എടുക്കാൻ പറ്റും. പലരും ഞാൻ വരുമ്പോൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഈ സിസേറിയൻ കഴിഞ്ഞത് കാരണം കീഹോൾ വഴി ചെയ്യാൻ പറ്റില്ല, ഡോക്ടറെ 2 സിസേറിയൻ അല്ലെങ്കിൽ 3 സിസേറിയൻ കഴിഞ്ഞതാണ് അത് കാരണം കീഹോൾ വഴി ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ പല ന്യായങ്ങൾ പറഞ്ഞാൽ വരുന്നത്. നമ്മൾക്ക് ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വരെ ഒരു കേസും ഇല്ല കീഹോൾ വഴി ചെയ്യാൻ പറ്റാത്തത്. നമ്മളാകെ സത്യം പറഞ്ഞ കീഹോൾ വഴി ചെയ്യാത്തത്, അതായത് കീഹോൾ ഇടയ്ക്കെങ്കിലും ഒരു ഓപ്പൺ ചെയ്യുന്ന ഈ ഒവേറിയൻ ക്യാൻസറുകൾക്കാണ്. ഒവേറിയൻ ക്യാൻസറുകൾക്ക് മാത്രമേ നമ്മൾ ചിലപ്പോഴെങ്കിലും ഓപ്പൺ ചെയ്ത് യൂട്രസ് റിമൂവലോ അങ്ങനത്തെ ഒരു പ്രൊസീജിയർ ചെയ്യാറുള്ളൂ. ബാക്കി ഈവൻ യൂട്രൈൻ എൻഡോമെട്രിയൽ ക്യാൻസർ, യൂട്രസിൻ്റെ ക്യാൻസർ അല്ലെങ്കിൽ സെർവിക്സിൻ്റെ ക്യാൻസർ,
അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള എൻഡോമെട്രിയോസ്, അല്ലെങ്കിൽ എത്ര സൈസുള്ള മുഴകളാണെങ്കിലും ഒക്കെ കീഹോൾ വഴി വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ അത് പേഷ്യൻ്റ് ബെനിഫിഷ്യലാണ്, അസുഖം മാറാനും ബെനിഫിഷ്യലാണ്, വേദനയും കുറവാണ്, പ്രശ്നങ്ങൾ കുറവാണ്, ഇൻഫെക്ഷൻസ് കുറവാണ്, പേഷ്യൻസിന് പെട്ടെന്ന് ജോലിയിലേക്ക് റെസ്യൂം ചെയ്യാം, ആ ഒരു റെസ്റ്റ് വേണ്ട, പിന്നെ തടി വെക്കുന്നില്ല. ഹോർമോണൽ സൈഡ് എഫക്ട്സോ യൂട്രസ് ഇറങ്ങി വരുന്ന പ്രൊലാപ്സ്, യൂട്രസ് അല്ല ബാക്കിയുള്ള അണ്ടാശയം ഇറങ്ങി വരുന്ന കണ്ടീഷൻസോ ഈ ഹിസ്റ്ററക്ടമി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ചാൻസസ് ഉണ്ട്? ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ ഒരു 40 വയസ്സ് കഴിയാതെ ഗർഭാശയ നീക്കം ചെയ്യാനായിട്ട് പ്രിഫർ ചെയ്യാറില്ല, അല്ലെങ്കിൽ അതുപോലത്തെ ഡിഫിക്കൽറ്റി വരുമ്പോഴാണ് മാത്രമേ. അതുപോലെ തന്നെ 40 വയസ്സ് കഴിഞ്ഞാലും നല്ലൊരു ഇൻഡിക്കേഷൻ ഇല്ലാതെ നമ്മൾ യൂട്രസ് റിമൂവൽ ചെയ്യാറില്ല. പക്ഷേ അതിൽ വേറൊരു കാര്യം മനസ്സിലാക്കാൻ വെച്ചാൽ യൂട്രസ് റിമൂവൽ നമ്മളുടെ ഈ മെത്തേഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ഈ അണ്ടാശയം എടുക്കുന്നില്ല. അതായത് ഈ അണ്ടാശയത്തിൽ നിന്നാണ് ഹോർമോൺസ് വരുന്നത്. അണ്ടാശയം എടുത്തു കഴിഞ്ഞാലാണ് ഈ ഹോർമോൺസിൻ്റെ കുറവ് വരുന്നത്. ഹോർമോൺസിൻ്റെ കുറവ് വരുമ്പോൾ പെട്ടെന്നായിട്ട് നമ്മൾ ഏജിങ് കൂടുക, അല്ലെങ്കിൽ സെക്ഷൽ കോണ്ടാക്റ്റിൽ ഡിഫിക്കൽറ്റി വരിക, ബോൺ പ്രോബ്ലംസ് വരിക, അങ്ങനത്തെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഹിസ്റ്ററക്ടമി ചെയ്യുമ്പോൾ ഈ അണ്ടാശയം എടുക്കാത്തത് കാരണം യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് സെക്ഷൽ പ്രോബ്ലംസ് ഉണ്ടാവില്ല, ഹോർമോൺ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതുമാത്രമല്ല നമ്മൾ ഈ കരിക്കാത്തത് കാരണം അണ്ടാശയത്തിലെ ഡാമേജ് വളരെ കുറവായിരിക്കും. അത് കാരണം ഏർലി മെനോപോസ്, ഈ അണ്ടാശയം പെട്ടെന്ന് ഡാമേജ് ആയി പോകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. നമ്മുടെ പേഷ്യൻസിനെ നമ്മൾ സ്റ്റഡി ചെയ്തിട്ടുണ്ട്, ഈ പ്രശ്നങ്ങൾ കാര്യമായിട്ടൊന്നും തന്നെ ഉണ്ടാവാറില്ല ആ പേഷ്യൻസിന്. അത് കൂടാതെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഈ യൂട്രസ് സാധാരണ ഇതിൽ യൂട്രസ് എടുക്കുമ്പോൾ ആ യൂട്രസിലേക്കുള്ള ലിഗമെന്റ് അറ്റാച്ച്മെന്റ്സ് വീക്ക് ആവുന്ന പറയുന്നത്. നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള അങ്ങനെയാണ്. പക്ഷെ നമ്മളുടെ സൺറൈസ് മെത്തേഡിൽ ചെയ്യുമ്പോൾ ആ ലിഗമെന്റ് അറ്റാച്ച്മെന്റ്സ് നമ്മൾ ഒന്നും കൂടി സ്ട്രെങ്തൻ ചെയ്യുക, അത് സൂച്ചർ ചെയ്ത് ഒന്നും കൂടി സ്ട്രെങ്തൻ ചെയ്യും. ഈവൻ ഒരു ചെറിയ റിലാക്സേഷൻ അല്ലെങ്കിൽ പ്രൊലാപ്സ് ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ ഹൈ മെക്കോൾസ് എന്ന് പറഞ്ഞ പ്രൊസീജിയറും അങ്ങനത്തെ മോസ്കോവിറ്റ്സ് എന്ന് പറഞ്ഞ പ്രൊസീജിയറൊക്കെ ചെയ്ത് ഇത് കുറച്ചും കൂടി സ്ട്രെങ്തൻ ആവും. പെൽവിക് മസിൽസും ആ കാര്യങ്ങളെല്ലാം കൂടി കുറച്ചും കൂടി ലിഗമെന്റ്സ് ഒക്കെ കുറച്ചും കൂടി സ്ട്രെങ്തൻ ആവുക ചെയ്യാം. അപ്പം അതുകൊണ്ട് നമ്മൾക്ക് സത്യം പറഞ്ഞാൽ ആ യൂട്രസ് എടുത്തത് കൊണ്ട് ഈ പേഷ്യൻറ്റിന് യാതൊരു വിധത്തിൽ ഒന്നും സത്യം പറഞ്ഞാൽ നഷ്ടപ്പെടുന്നില്ല. പ്രഗ്നൻസി ആവില്ല എന്ന് മാത്രം. ഞാൻ സാധാരണ പേഷ്യൻസ് പറയുന്നത് പ്രഗ്നൻസി ആവില്ല, പീരിയഡ്സ് വരില്ല. പീരിയഡ്സ് വരാത്ത അത്രയും സന്തോഷം. കാരണം വെച്ചാൽ ഈ പല ആൾക്കാരും പീരിയഡ്സ് വരുമ്പോഴുള്ള പെയിനോ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള രക്തസ്രാവം കൊണ്ടാണ് ഇത് റിമൂവ് ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ അത് വരാത്തത് അവർക്ക് വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതല്ലാതെ വേറെ യാതൊരു ബുദ്ധിമുട്ടുകളും സാധാരണഗതിയിൽ ഈ പേഷ്യൻസിന് ഒന്നും കാണലില്ല. ഈവൻ നമ്മൾക്കിപ്പോൾ ഏകദേശം ഒരു 20-25 കൊല്ലത്തെ ഫോളോ അപ്പ് ഇല്ലേ പേഷ്യൻസ്. അപ്പോൾ അത്രയും ഫോളോ അപ്പ് ഉള്ളപ്പോഴും പേഷ്യൻസിന് യാതൊരു ഡിഫിക്കൽറ്റീസും നമുക്ക് ഇതുവരെയും കണ്ടിട്ടില്ല അങ്ങനെ. ഇപ്പോൾ ഈ ഫൈബ്രോയിഡ് പോലെയോ എൻഡോമെട്രിയൽ ലൈനിങ്ങിൻ്റെ തിക്കനിങ് പോലെയോ എഡിനോമയോസിസ് പോലെയോ ഉള്ള അസുഖങ്ങളിലൂടെ ഈ ഗർഭാശയം നീക്കം ചെയ്യുന്നതിലൂടെ പേഷ്യൻ്റ് ഓൾമോസ്റ്റ് 100% ക്യൂറാണ്. പക്ഷേ ഇത് 40 വയസ്സിന് താഴെയോ വളരെ യങ് ആയിട്ടുള്ളൊരു പെൺകുട്ടി ഫാമിലിയൊക്കെ കംപ്ലീറ്റ് ചെയ്തതാണ്. ഗർഭാശയം നീക്കം ചെയ്യുകയല്ല, പക്ഷെ അതേപോലെ എഫക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടാകുമോ? നമുക്ക് നമ്മൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഈ എൻഡോമയോമെട്രക്ടമി അല്ലെങ്കിൽ ഗ്രോസ് വെഡ്ജിങ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തുണ്ടാക്കിയൊരു ഓപ്ഷൻ ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ അറബ് കൺട്രീസിൽ ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ നിന്ന് സർജറി ചെയ്യുമ്പോൾ അവിടുത്തെ പേഷ്യൻസ് അവർ പലപ്പോഴും ഈ യൂട്രസ് നീക്കം ചെയ്യാൻ ഭയങ്കര റെസിസ്റ്റൻ്റ് ആണ്. കാരണം അവർക്ക് വേറെ പല രീതിയിലുള്ള ചിന്താഗതികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഭയങ്കരമായിട്ട് വേദന സഹിച്ച് ഈ ബ്ലീഡിങ് ഒക്കെ സഹിച്ച് കുറേ ഹോർമോൺസ് എടുത്ത് തടി വെച്ച് ആകെ പ്രശ്നമായിട്ടിരിക്കുന്ന പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ പേഷ്യൻസിന് നമ്മൾ ഡിസൈൻ ചെയ്യുന്നൊരു സാധനമാണ് യൂട്രസിൻ്റെ ആ നടുഭാഗം കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് ബാക്കിയുള്ള ഭാഗം നമ്മൾ റീഷേപ്പ് ചെയ്ത് യൂട്രസ് പോലെ ആക്കി വെക്കും. ഇത് സത്യം പറഞ്ഞാൽ ഫിസിയോളജിക്കലി ഏകദേശം യൂട്രസ് റിമൂവ് ചെയ്ത പോലെയാണ്. പക്ഷെ മനസ്സിന് പേഷ്യൻസിന് ഭയങ്കര കംഫർട്ടബിൾ ആണ് ഈ ഒരു പ്രൊസീജിയർ. കാരണം വെച്ചാൽ മനസ്സിൽ അവർക്ക് ഒരു ഗർഭപാത്രം റിമൂവ് ചെയ്തില്ല എന്നുള്ളൊരു ഫീലിംഗ് ഉള്ളത് കാരണം, പ്രത്യേകിച്ച് ഫീമെയിൽ പേഷ്യൻസ് ആയത് കാരണം ആ ഒരു ഫീലിംഗ് അവരെ വളരെയായിട്ട് ഹർട്ട് ചെയ്യുന്നുണ്ടാവും പലപ്പോഴും. ചില പേഷ്യൻസിന് യാതൊരു പ്രശ്നമില്ല. നമ്മുടെ ഇവിടെയൊക്കെ പേഷ്യൻസിന് അങ്ങനെ വലിയൊരു പ്രശ്നം വരാറില്ല. പക്ഷേ അത് ഓരോ ആൾക്കാരുടെ മാനസികമായിട്ടുള്ള ഇതനുസരിച്ചിരിക്കും. അപ്പം അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ ഈ പ്രൊസീജിയർ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അത് നമ്മൾക്ക് അസുഖം മാറാനായിട്ട് ഇറ്റ്സ് ആസ് ഗുഡ് ആസ് യൂട്രസ് റിമൂവൽ. അസുഖം മാറാനായിട്ട്. എന്നാൽ യൂട്രസ് അവിടെ ഉണ്ട്. നമ്മളിപ്പോൾ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ യൂട്രസ് അവിടെ ഉണ്ടാവും, യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. അപ്പം അവർക്കും മാനസികമായിട്ടൊരു കംഫർട്ട് ഉണ്ടാവും. അപ്പം ഈ തരത്തിലുള്ള പ്രൊസീജിയേഴ്സ് വളരെയധികം യൂസ്ഫുൾ ആണ്. അപ്പോൾ ഈ തരത്തിലുള്ള സർജറീസ് ഈസിയർ ആയതുകൊണ്ട് ഈ യൂട്രസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് പലപ്പോഴും ആ വിഷമവും ബുദ്ധിമുട്ടും ഒന്നും സഹിച്ചിരിക്കേണ്ട ആവശ്യമില്ല ശരിക്കും.
അത് വളരെ നേരത്തെ കണ്ടമാനം നമ്മൾ ഹോർമോൺസ് ഒന്നും അങ്ങനെ ഇപ്പൊ കൊടുക്കാറില്ല. ഇപ്പൊ എൻഡോമെട്രിയോസിനൊക്കെ ഹോർമോൺ ട്രീറ്റ്മെന്റ്, അഡിനോമയസ് ഒക്കെ വന്നിട്ട് ഒരുപാട് ഹോർമോൺ ട്രീറ്റ്മെന്റിലേക്ക് പോവുക, അല്ലെങ്കിൽ ഫൈബ്രോയിഡ്സ് തന്നെ വളരെ വലുതായിട്ട് നമ്മൾ കണ്ടമാനം വെച്ചുകൊണ്ടിരിക്കുക, ഒരു യൂട്രസ് റിമൂവൽ പ്രൊസീജിയറിന് വേണ്ടി ഡിലേ ആക്കുക, അങ്ങനത്തെ സത്യം പറഞ്ഞാൽ യാതൊരു ആവശ്യമില്ല. കാരണം ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രൊസീജിയർ ആയത് കാരണം ഈ ബുദ്ധിമുട്ടൊന്നും സഹിക്കാതെ അതങ്ങ് റിമൂവ് ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നതും അത് പേഷ്യൻ്റ് നല്ലതും അത് തന്നെയാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ അൺനെസറി ആയിട്ട് യൂട്രസ് റിമൂവ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഒരു തക്കതായിട്ടുള്ള കാരണമുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളത് റെക്കമെൻഡ് ചെയ്യുന്നത്. സോ an important message is that ഇത്രയും യങ് ആയിട്ടുള്ള ഒരാളിൽ ഈ ഒരു സർജിക്കൽ ഓപ്ഷനിലൂടെ ലോങ് ടേം ഹോർമോൺ എടുക്കേണ്ട വരികയോ അതിൻ്റെ സൈഡ് എഫക്ട്സ് അയക്കേണ്ട വരികയോ you can avoid it. So it is important to know about all of this so that നിങ്ങൾക്ക് അറിയുന്നവരോ നിങ്ങൾക്ക് പരിചയമുള്ളവർക്കോ നിങ്ങൾക്ക് തക്കതായ സമയത്ത് തക്കതായ രീതിയിലുള്ള അഡ്വൈസ് കൊടുക്കാൻ പറ്റും. പക്ഷെ ജനറലി നമ്മൾ ഒരു 40 years കഴിഞ്ഞിട്ടാണ് ഈ ഒരു പ്രൊസീജിയർ റെക്കമെൻഡ് ചെയ്യാറുള്ളൂ. അതിന് മുമ്പായിട്ട് നമ്മൾ അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പേഷ്യൻസിന് മാത്രമേ ഇത് റെക്കമെൻഡ് ചെയ്യുള്ളൂ.